നമസ്കാരം. എസ് ഫോർ വിസ്മയത്തിലേക്ക് സ്വാഗതം. ഇന്ന് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതൃനിരയിൽ ഏറ്റവും തന്ത്രശാലിയായ നേതാവാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയം പലതവണ കണ്ടിട്ടുള്ളതാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ മുതൽ കെ.സി. വേണുഗോപാലിനെ വരെ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുള്ള പി.വി. അൻവർ അവസാനമായി കൊമ്പുകോർത്തത് വി.ഡി. സതീശനോടാണ്. പി.വി. അൻവർ CPM-യുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് വി.ഡി. സതീശനെതിരെ 150 കോടി രൂപയുടെ ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചത്. അതിനുശേഷം ഏതാനും നാളുകൾക്ക് ശേഷം CPM-യുമായുള്ള ബന്ധം പി.വി. അൻവർ ഉപേക്ഷിക്കുകയും ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവിനോട് ഈ കാര്യത്തിൽ ക്ഷമാപണം നടത്തിയാണ് ഈ പ്രശ്നം അവസാനിപ്പിച്ചത്. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട UDF-ന്റെ സ്ഥാനാർത്ഥി ചർച്ചയിലാണ് അൻവർ വീണ്ടും കെണിയിൽ വീണിരിക്കുന്നത്. കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് VS ജോയിയെ മുൻനിർത്തി കോൺഗ്രസിനകത്ത് ഒരു വിഭാഗീയത സൃഷ്ടിക്കുകയും അതിന് ഇടയിലൂടെ UDF-ലേക്ക് കടന്നു കയറാമെന്നുമുള്ള അൻവറിന്റെ ആ തന്ത്രങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം അവിടെ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ VS ജോയി രംഗത്തിറങ്ങുന്നതാണ് രാഷ്ട്രീയ കേരളം കണ്ടത്. അതോടുകൂടി അൻവറിന്റെ ആ നീക്കം പരാജയപ്പെട്ടു. ഇതോടെ തന്റെ ബദ്ധശത്രുവായ ആര്യാടൻ ഷൗക്കത്തിനെതിരെ വ്യക്തിപരമായ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു. UDF-ലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു മുന്നണി മര്യാദയെങ്കിലും പാലിക്കാൻ പോലും അൻവർ തയ്യാറായില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇതോടെ വി.ഡി. സതീശൻ, UDF-ന്റെ ചെയർമാൻ കൂടിയായ വി.ഡി. സതീശൻ കടുത്ത നിലപാടിലേക്ക് മാറി. പിന്നീട് നമ്മൾ കണ്ടത് പി.വി. അൻവർ വി.ഡി. സതീശനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന കാഴ്ചയാണ്. ഇതോടുകൂടി അൻവർ ഒരു വലിയ കെണിയിലേക്കാണ് അകപ്പെട്ടിരിക്കുന്നത് എന്നത് ഒരുപക്ഷെ അൻവർ പോലും അറിഞ്ഞത് ഇപ്പോൾ വൈകിയായിരിക്കാനാണ് സാധ്യത. വി.ഡി. സതീശൻ കേവലം പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, UDF-ന്റെ ചെയർമാൻ കൂടിയാണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ അത് ആലോചിക്കാതെയോ ആണ് പി.വി. അൻവർ തന്റെ ഈ പരാമർശങ്ങളൊക്കെ നടത്തിയത് എന്നത് വ്യക്തമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ പി.വി. അൻവറിനെ വി.ഡി. സതീശൻ ഏതാണ്ട് കത്രികപ്പൂട്ടിൽ കുടുക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം വി.ഡി. സതീശന്റെ നിലപാടും അതുപോലെ ഏതാണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാക്കളുടെ നിലപാടും ഇപ്പോൾ ഒന്ന് തന്നെയാണ്. വി.ഡി. സതീശൻ പറയുന്നത് എല്ലാ നേതാക്കളുടെയും അഭിപ്രായമാണ് ചെയർമാൻ എന്ന നിലയിൽ താൻ പറയുന്നത് എന്നതാണ്. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനുള്ള പിന്തുണയുടെ കാര്യം അൻവർ ആദ്യം വ്യക്തമാക്കട്ടെ എന്നതാണ് ഇപ്പോൾ UDF-ന്റെ നിലപാട്. അതിനുശേഷം UDF തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാമെന്നാണ് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു ഉറപ്പ് നൽകി അൻവറിന്റെ പിന്തുണ ആവശ്യമില്ല എന്ന് പറയാതെ പറയുകയാണ് UDF. അൻവറിന് വേണമെങ്കിൽ പിന്തുണയ്ക്കാം, പിന്തുണ നൽകിയതിനു ശേഷം മാത്രം എന്തു ചെയ്യണം എന്ന് തങ്ങൾ തീരുമാനിക്കും എന്നതാണ് UDF-ന്റെ ഇപ്പോഴത്തെ നിലപാട്. അൻവറിന് മുന്നിൽ ഇനി 3 വഴികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിലൊന്നാമത്തെ വഴി എന്ന് പറയുന്നത് UDF-ന് മുന്നിൽ യാതൊരു ഉപാധിയുമില്ലാതെ കീഴടങ്ങുക. അതിനാദ്യമായി ചെയ്യേണ്ടത് വി.ഡി. സതീശനെതിരെയും അതുപോലെ ആര്യാടൻ ഷൗക്കത്തിനെതിരെയും അൻവർ നടത്തിയ ആരോപണങ്ങളിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വരും. ഈ ആരോപണങ്ങൾ പിൻവലിച്ച് ആദ്യം ക്ഷമാപണം നടത്തിയതിനു ശേഷം മാത്രമേ അടുത്ത ഒരു നടപടിയിലേക്ക് നീങ്ങാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വന്നാൽ തന്നെ അൻവറിന് ഇക്കാര്യം വിശദീകരിക്കാൻ ഒരുപാട് പാടുപെടേണ്ടി വരും. കാരണം ആര്യാടൻ ഷൗക്കത്തിനെതിരെ അത്രമേൽ വ്യക്തിപരമായ ആരോപണങ്ങളുമായിട്ടാണ് കഴിഞ്ഞ ദിവസം അൻവർ രംഗത്ത് വന്നത്. ആര്യാടൻ ഷൗക്കത്ത് വിജയ സാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥിയാണ് എന്നതാണ് അവസാനമായി അൻവർ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഷൗക്കത്തിന് വിജയ സാധ്യത ഇല്ലാത്തത് എന്ന് അടുത്ത ദിവസം താൻ വ്യക്തമാക്കും എന്നുകൂടി അൻവർ പറയുകയുണ്ടായി. അപ്പോ ആ കാര്യത്തിൽ ഇനി അൻവർ UDF-ലേക്ക് വരാം എന്ന് തീരുമാനിച്ചാൽ തന്നെ അതിന് ഒരുപാട് കടമ്പകളും പ്രതിബന്ധങ്ങളുമുണ്ട് എന്നത് വാസ്തവമാണ്. ഇനി അടുത്തതായി രണ്ടാമത് അൻവറിന് മുമ്പിലുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നതാണ്. അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. അൻവർ നിലമ്പൂരിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നതാണ്. ഇങ്ങനെ അൻവർ മത്സര രംഗത്തേക്ക് കടന്നു വന്നാൽ
അവിടെ അൻവർ വിശദീകരിക്കേണ്ടി വരുന്ന മറ്റൊരു കാര്യം 2021 തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്നും അവിടുത്തെ ജനത വോട്ടർമാർ അൻവറിനെ തിരഞ്ഞെടുത്ത് അയച്ചതാണ് നിയമസഭയിലേക്ക്. അവിടെ നിന്നും അൻവർ രാജിവെച്ച് മടങ്ങി വരികയാണ്. അൻവർ തന്നെ ഉണ്ടാക്കിയ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യമാണ്. ആ തിരഞ്ഞെടുപ്പിൽ അൻവർ തന്നെ വീണ്ടും മത്സരിക്കാൻ രംഗത്ത് വന്നാൽ CPM-നെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അൻവർ രാജിവെച്ചത്. പക്ഷേ അവിടെ അൻവർ CPM-ന്റെ അംഗമായിരുന്നില്ല, ഒരു സ്വതന്ത്ര അംഗമായിരുന്നു. വേണമെങ്കിൽ അൻവറിന് ഈ നിയമസഭയുടെ കാലാവധി കഴിയുന്നത് വരെ തുടരാൻ കഴിയുമായിരുന്നു. അത് വകവെക്കാതെയാണ് അൻവർ രാജിവെച്ച് പുറത്തിറങ്ങിയത്. അങ്ങനെയുള്ള ഒരാൾ വീണ്ടും മത്സര രംഗത്തേക്ക് കടന്നു വന്നാൽ എങ്ങനെ ഇത് ന്യായീകരിക്കാനാകും എന്നത് മറ്റൊരു ചോദ്യമാണ്. ഇനി അടുത്തത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്നാമതായി അൻവറിന് മുമ്പിലുള്ള അടുത്തൊരു ചോയ്സ് എന്ന് പറയുന്നത് ഇത് രണ്ടും LDF-ഉം UDF-ഉം തിരഞ്ഞെടുപ്പും അവസാനിപ്പിച്ച് അൻവറിന് വേണമെങ്കിൽ തന്റെ ബിസിനസ് നോക്കി ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങാം എന്നുള്ളത് മാത്രമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഒരു സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നാൽ പോലും പരമാവധി അൻവറിന് അവിടെ പിടിക്കാൻ കഴിയുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് 10,000 മുതൽ 15,000 വോട്ടുകൾ വരെയാണ്. കാരണം അൻവർ അവിടെ കഴിഞ്ഞ 9 വർഷക്കാലമായി അൻവർ അവിടുത്തെ MLA ആയിരുന്നു. അൻവറിന് ചില സ്വാധീനങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ അൻവർ അത്രയും വോട്ട് പിടിച്ചാൽ തന്നെ അത് UDF-ന്റെ വിജയ സാധ്യതയെ എങ്ങനെ ബാധിക്കും എന്നതും ഇവിടെ ചോദ്യമാണ്. കാരണം അൻവർ ഇടതുപക്ഷത്തിന്റെ ഒരു സഹയാത്രികനായിരുന്നു. അൻവറിന് കാര്യമായി ഒരുപക്ഷെ കുറഞ്ഞ വോട്ടുകൾ UDF-ൽ നിന്നും ഒരുപക്ഷെ അൻവറിനും പോയേക്കാം എന്നത് നമുക്ക് സമ്മതിക്കേണ്ടി വരും. പക്ഷെ എങ്കിലും ബഹുഭൂരിഭാഗം വോട്ടുകളും അൻവർ പിടിക്കാൻ സാധ്യത LDF-ന്റെ വോട്ടുകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. 2700-ൽ പരം വോട്ടുകൾക്കാണ് 2021-ൽ ആര്യാടൻ ഷൗക്കത്ത് അൻവറിനോട് പരാജയപ്പെടുന്നത്. ഇന്ന് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏറെ മാറിയിരിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ UDF ഇപ്പോൾ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ ചരിത്രത്തിൽ PV അൻവർ എന്ന രാഷ്ട്രീയ നേതാവ് ഒരു വാട്ടർലൂ ആകാൻ സാധ്യതയുണ്ട് എന്നതായിരിക്കാം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ചിത്രം നമുക്ക് മുന്നിലേക്ക് പകർന്നു നൽകുന്നത് എന്നതാണ് ഇപ്പോൾ പറയാൻ കഴിയുക.